നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാല് നബി തങ്ങളുടെ സ്വഭാവം നമ്മുടെ സ്വഭാവമാക്കാൻ ശ്രമിക്കല. തഖല്ലഖു ബി അഖ്ലാഖിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമാണ് തങ്ങൾക്ക് ദുനിയാവിനോട് തീരെ താല്പര്യമില്ല എന്നുള്ളതും പാവങ്ങളെ നല്ലോണം സ്നേഹിക്കുന്നു എന്നുള്ളതും. അതിന് രണ്ടിനും ദലീല് പറയാം. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾക്ക് അള്ള കൊടുത്ത വലിയ നിഅമത്ത് പറയുന്ന രണ്ട് സൂറത്തുകളാണ് വല്ലുഹ സൂറത്തും അലം നശ്റഹ്. അതിന്റെ ഒന്നാമത്തെ ആയത്ത് തുടങ്ങണേ എങ്ങനെയാ? അലം നശ്റഹ് ലക സദ്റക്. തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ദുനിയാവ് ഡിലീറ്റ് ആക്കി തന്നില്ല നബിയെ. അതിനേക്കാൾ വലിയ നിഅമത്ത് എന്താ പിന്നെ വേണ്ടത്? ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് ദുനിയാവ് ഡിലീറ്റ് ആയാൽ പിന്നെ എന്താ പേടിക്കേണ്ടത്? ഖനാഅത്ത് ശരിക്കും വരുമല്ലോ, മെന്റൽ സാറ്റിസ്ഫാക്ഷൻ രൂപപ്പെടുമല്ലോ. അതുകൊണ്ട് തങ്ങൾക്ക് ദുനിയാവ് ഇല്ല എന്നൊന്നല്ല നമ്മൾ പറയേണ്ടത്. തങ്ങൾക്ക് ദുനിയാവ് ഇല്ല എന്നുള്ളത് അല്ല നമ്മുടെ സംസാരം. പിന്നെ തങ്ങൾക്ക് ദുനിയാവ് വേണ്ട എന്നുള്ളത് ഇൽത്തിറാറി അല്ല ഇഖ്തിയാരി എന്ന ഉസ്താദ്മാരൊക്കെ പറയാൻ. അതിന്റെ അർത്ഥം തങ്ങൾക്ക് ദുനിയാവ് ഇല്ല എന്നല്ല, തങ്ങൾക്ക് ദുനിയാവ് വേണ്ട. അങ്ങനെ ആർക്കെങ്കിലും തോന്നിപ്പോകുമോ എന്ന് പേടിച്ചിട്ടാണ് അൽ ആലിം അൽ അല്ലാമ അശ്ശാഇർ ഇമാമുൽ ബൂസിരി റഹിമഹുല്ലാഹ് ഓരോ വരിയിലും നന്നായി പഠിക്കുന്ന ആൾക്കാർക്ക് മുഖദ്ദറായ സുആൽ വരുമ്പോ, സാങ്കല്പികമായി ചോദ്യങ്ങൾ വരുമ്പോ ആ ചോദ്യത്തിന്റെ ജവാബായിരിക്കും അടുത്ത വരി. ഖുർആനിന്റെ ഒരു പ്രത്യേകത. അതെന്തിനാ ഉത്തരം പറയണത്? അതിന്റെ തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു വരി വന്നിട്ടുണ്ടായിരുന്നു, വശദ്ദ വശദ്ദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശപ്പ് കൊണ്ട് കല്ല് കെട്ടി. അപ്പൊ ഒരാൾക്ക് തോന്നുകയാണ്, പാവലെ ഒന്നുമില്ലല്ലേ നമുക്ക് എന്താ ചെയ്യാ? ഇപ്പൊ അടുത്ത് പലസ്തീനിൽ ഒരു കുട്ടിനെ കണ്ടിന്, ഗസയിൽ പട്ടിണി അവിടെ കല്ല് കെട്ടിയിട്ട്. പിന്നെ സൊമാലിയക്കാരെ കുറിച്ചൊക്കെ പറയും. അങ്ങനെ തോന്നണ്ട. തങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് തങ്ങൾ പട്ടിണി കിടന്നു എന്നാണെങ്കിൽ ഇതെങ്ങനെയാ മദ്ഹാവുക? അതാണ് അടുത്ത വരി പറയുന്നത്. അടക്കമുള്ള 5 പർവ്വതങ്ങൾ സ്വർണ്ണമാവട്ടെ എന്ന് ചോദിച്ചു. എന്ത് സ്വർണം? ഓടിച്ചു വിട്ടു. അപ്പൊ ഒരു ചോദ്യം പിന്നെയും വരും, നമുക്ക് ഇത്രയും അർജന്റ് ആവശ്യമുണ്ടായിട്ടും ഒന്നും വേണ്ടാത്തത്? അതാണ് അടുത്ത വരി. അപ്പൊ അടുത്ത വരി എന്താ? ഇപ്പൊ ഇത് പുറത്ത ക്ലാസ് അല്ലല്ലോ, അടുത്ത വരിയിലേക്ക് കൊണ്ടുള്ള വരി തന്നെ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പൊ തങ്ങൾക്ക് ദുനിയാവിനോട് തീരെ താല്പര്യമില്ല. തങ്ങൾക്ക് നല്ല ഇഷ്ടമായി കഴിഞ്ഞാൽ അവർക്ക് തങ്ങൾ മെയിൻ ആയിട്ട് കൊടുക്കല് ഖൽബിൽ ദുനിയാവിനോടുള്ള ഇഷ്ടം ഇല്ലാതാക്കി കൊടുക്കും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ, ഫാത്തിമ ബീവിക്കൊക്കെ ആ സ്പെഷ്യൽ ടീമിനാണ് കൊടുക്കുക. അതുകൊണ്ടാ ചില ഉസ്താദ്മാരുടെ അടുത്ത്, ഉസ്താദേ ഞാൻ മദീനയിൽ പോകണം സിയാറത്തിന്, എന്താ വേണ്ടത്? ദുആ ചെയ്യേണ്ടത്? മോനെ റൗളന്റെ അടുത്ത് ദുനിയാവെന്ന് ചോദിച്ചേക്കരുത് കേട്ടോ എന്ന് പറയാം. എന്ത് കാരണം? തങ്ങൾക്ക് ദുനിയാവ് ഇഷ്ടമല്ല. അലം നശ്റഹ് ലക സദ്റക്. ഹൃദയത്തിൽ നിന്ന് ദുനിയാവിനോടുള്ള ഇഷ്ടം ഡിലീറ്റ് ആക്കി തന്നില്ല നബിയെ. പിന്നെന്താ തങ്ങൾക്ക് ഞാൻ ചെയ്തത്? അതിനെക്കാൾ വലിയ നിയമത്ത് എന്താ ഉള്ളത്? മാത്രല്ല, പാവങ്ങളെ വല്ലാതെ മഹബത്ത് വെച്ച നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ദുആ ചെയ്യും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത് വതർക്കൽ മുൻകറാത്ത് വഹുബ്ബൽ മസാകീൻ. പാവങ്ങളോടുള്ള സ്നേഹം എനിക്ക് നൽകണേ എന്ന് ദുആ ചെയ്യണം. തഖല്ലഖു ബി അഖ്ലാഖിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.